പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അഭി നല്ല പേടിയിലാണ്. കാരണം ഇവിടുന്ന് കോടതിയിൽ ഹാജരാക്കുമോ, അതിനു മുമ്പ് ജാമ്യം കിട്ടുമോ എന്നൊന്നും അറിയത്തില്ലല്ലോ. കള്ളക്കടത്തായതുകൊണ്ട് തന്നെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ റിമാൻഡ് ചെയ്യും. ആ ഒരു ഭയം ജലജയോട് പറയുന്നുണ്ട്. അമ്മേ, കോടതിയിൽ ഹാജരാക്കിയാൽ എന്നെ റിമാൻഡ് ചെയ്യും, പിന്നെ ഞാൻ ജയിൽ പുള്ളിയാമേ എന്നൊക്കെ ഇങ്ങനെ വിഷമിച്ച് പറയുവാണ്. അത്രയും പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനിടയ്ക്ക് എങ്ങനെയെങ്കിലും അനന്തപുരിയിൽ പ്രശ്നങ്ങളുണ്ടാകും, ആ വീട് കുളം തോണ്ടണം എന്നാണ് മനസ്സിലെ ആഗ്രഹം. അതുകൊണ്ട് ജലജയോട് പറയുവാണ്, അമ്മ നവ്യയെ ചൂട് പിടിപ്പിക്കണം, അങ്ങനെ ആ വീട് അവളെയും കൊണ്ട് കുളം തോണ്ടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ദേവയാനിയെ കാണിക്കുവാണ്. ദേവയാനിയോട് ജാനകി ചോദിക്കുവാണ്, ആദർശിൻ്റെ കുഞ്ഞ് തന്നെയാണോ ചന്തുമോൾ എന്നതിനെക്കുറിച്ച് ചോദിക്കുവാണ്. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, അവൻ എന്നോട് വന്ന് പറഞ്ഞു അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇതിൻ്റെ പിന്നിൽ ഒരു ചതിയുണ്ടെന്ന്. അത് ഞാൻ വിശ്വസിച്ചു, എനിക്കത് മനസ്സിലായി, അതുകൊണ്ടാണ് ആദർശിനെ ദേവയാനി അംഗീകരിച്ചത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പിന്നീട് നവ്യയെ കാണിക്കുന്നുണ്ട്. നവ്യ ഭയങ്കര ദേഷ്യത്തിലാണ്. നവ്യ ഏതായാലും അനന്തപുരി കുളം തോണ്ടാൻ റെഡിയായിട്ട് നിൽക്കുവാന്ന് തോന്നുന്നു, ഭർത്താവ് പറഞ്ഞ പോലെ തന്നെ. അങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുന്ന നവ്യയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു പ്രൊമോ.